ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ടൊരു കോക്കനട്ട് കുക്കീസ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്താണെന്നല്ലേ? നമുക്കിത് വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. തേങ്ങ ചിരട്ടയിൽ നിന്നും ഇളക്കിയതിന് ശേഷം അതിൻ്റെ പുറന്തോടിലുള്ള ആ ബ്രൗൺ കളറിലെ സ്കിന്നൊന്ന് ചിരണ്ടിക്കളയുക. അതിനുശേഷം മിക്സിയിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് ഈ കോക്കനട്ട് ഇട്ട് ചെറിയ തീയിൽ നന്നായിട്ടത് ഡ്രൈ ആക്കി എടുക്കണം. കളർ മാറാതെ വേണം അത് ഡ്രൈ ആക്കി എടുക്കാൻ. വൈറ്റ് കളറിലാണ് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കുക്കീസ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് നന്നായിട്ട് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ പഞ്ചസാരയിലേക്ക് അതേ കപ്പിൽ അളന്നെടുത്ത 1/2 കപ്പ് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാരയെല്ലാം ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നെയ്യും പഞ്ചസാരയും തേങ്ങയും കൂടി ചേർന്ന് നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ അഥവാ മൈദ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പാലൊഴിച്ച് ഇതൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. തണുത്ത പാൽ ഇതിലേക്ക് ഉപയോഗിക്കരുത്. നോർമൽ ടെമ്പറേച്ചറിലുള്ള പാൽ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പാൽ ഒഴിക്കുമ്പോൾ ഒരുപാട് പാൽ ഒഴിക്കരുത്. ഓൾറെഡി നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചതാണല്ലോ, അതുകൊണ്ട് കുറച്ച് പാലൊഴിച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു പാത്രം കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് ഓൾ പർപ്പസ് ഫ്ലവറോട് ആഡ് ചെയ്ത് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കുഴച്ച് വെച്ച മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുത്തതിന് ശേഷം റൗണ്ട് ഷേപ്പിൽ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയതിനു ശേഷം ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് മുക്കിയെടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ച ഡെസിക്കേറ്റഡ് കോക്കനട്ട് കടയിൽ നിന്നും വാങ്ങിയതാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് ഇതുപോലെ പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഞാനിത് പാനിലാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാനൊരു പാന് 10 മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏതെങ്കിലും ഒരു പാത്രമോ സ്റ്റാൻഡോ ഇറക്കി വെച്ചിട്ട് വേണം നമ്മളത് പ്രീഹീറ്റ് ചെയ്യാനായിട്ട്. ഞാനിവിടെ ഒരു പാത്രമാണ് അതിലേക്ക് വെച്ചിട്ടുള്ളത്. എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ ചൂട് ചെല്ലത്തക്ക വണ്ണമുള്ള റൗണ്ട് ഷേപ്പിലുള്ള പാത്രങ്ങളായിരിക്കും യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതുപോലെയുള്ള റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റാൻഡ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പാത്രം ഇതുപോലെയുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നടുഭാഗത്ത് ഈ കുക്കീസിൻ്റെ പീസ് വെച്ചിട്ടില്ല. അവിടെ വെച്ചാൽ കൂടുതൽ ചൂട് അവിടേക്ക് എത്തുകയും ആ നടുഭാഗത്തിരിക്കുന്ന ബിസ്ക്കറ്റ് കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ 4 എണ്ണം മാത്രമാണ് ഇതിലേക്ക് വെച്ചത്. റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റാൻഡോ പാത്രമോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കുക്കീസ് റെഡിയായി കിട്ടും. ഞാൻ ഈ ഒരു ചെറിയ പാത്രമാണല്ലോ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഈ കുക്കീസ് റെഡിയായി കിട്ടാനായിട്ട് 45 മിനിറ്റ് എടുക്കേണ്ടി വന്നു. ലോ ഫ്ലെയിമിലിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തത്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യണം ഇത് റെഡിയായോ ഇല്ലയോ എന്ന്. അപ്പോൾ 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുക്കീസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് മാറ്റുകയാണ്. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഈ കുക്കീസിന്. നമ്മുടെ നെയ്യിൻ്റെയും തേങ്ങയുടെയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ.